ചില ചെടികൾ നമ്മൾ ചട്ടിയിൽ വെക്കുമ്പോഴും വെള്ളത്ത് വെക്കുമ്പോഴും നിലത്ത് വെക്കുമ്പോഴും ഭംഗിയായിട്ട് ഇരിക്കുന്നത് കാണാം. അത്തരത്തിലുള്ള ഒരു ചെടിയാണ് ഫിലോഡെൻഡ്രോൺ ബേൾമാക്സ്. നിലത്ത് വെച്ച ചെടി ഒന്നുകൂടെ ബുഷിയായിട്ടിരിക്കുന്നത് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഞാനിത് സെറ്റ് ചെയ്തിട്ടുള്ളത് മതിലിലാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വേരിന് പടർന്ന് കയറാനുള്ള സ്പേസ് അധികമാണ്. അതിൻ്റെ ഒരു ബുഷിനെസ് നമുക്ക് ഇതിൻ്റെ ഇലകളിലൊക്കെ നമുക്ക് അറിയാൻ പറ്റും. മാത്രമല്ല നന്നായിട്ട് ഹെൽത്തി ലീഫായിട്ടാണ് നമുക്കിത് കാണാൻ പറ്റുന്നതും. അത്യാവശ്യം സൺലൈറ്റും തണലും കിട്ടുന്ന രീതിയിലാണ് ഈ ചെടി ഇരിക്കുന്നത് തന്നെ. ഇത് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു മരത്തിലോട്ടാണ് ഇത് ഞാൻ കയറ്റി വിട്ടിട്ടുള്ളത്. ഇതും നന്നായിട്ട് ഹെൽത്തി ആയിട്ടാണ് വളർന്നിട്ടുള്ളത്. ഈ ചെടി നമുക്ക് ഈസി ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഒരു നോഡ് ഉള്ള ഭാഗത്ത് നിന്ന് തന്നെ നമുക്കിത് മുറിച്ചിട്ട് വേറെ ചട്ടിലേക്ക് മാറ്റി നടുകയോ അല്ലെങ്കിൽ വെള്ളത്തിൽ നിന്ന് വേര് പിടിപ്പിക്കുകയോ ഒക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മളങ്ങനെ ചെയ്യുമ്പോൾ പ്രത്യേകം ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. നമ്മൾ ഏത് കണ്ടീഷനിലാണ് ഇത് വളർത്തിയിട്ടുള്ളത്. അകത്ത് വെച്ച ഒരു ചെടീനെ നമ്മൾ പെട്ടെന്നൊരു ദിവസം പുറത്തേക്ക് വെക്കുകയാണെങ്കിൽ ആ ചെടീൻ്റെ ലീഫ് നന്നായിട്ട് ഒരു യെല്ലോ ഷെയ്ഡിലേക്ക് മാറി അത് കൊഴിഞ്ഞു പോകുന്നതും അങ്ങനെ കേടുവരുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഏത് കണ്ടീഷനിലാണോ മാറ്റാൻ ഉദ്ദേശിക്കുന്നത് അതിന് നമ്മൾ ആ കണ്ടീഷനിലേക്ക് ആക്കിയെടുക്കാൻ കുറച്ച് ടൈം വേണ്ടി വരും. അതിന് നമ്മൾ ആദ്യം വെയിലൊക്കെ തട്ടിയിട്ട് ഒക്കെ കൊണ്ട് ശീലിപ്പിച്ചിട്ട് വേണം നമ്മളത് പുറത്തോട്ട് മാറ്റി വെക്കാൻ. അതിപ്പോൾ അകത്തുള്ളൊരു ചെടീനെ ഉള്ളിലേക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെ. ഈ രണ്ട് ഇലകൾ തമ്മിലുള്ള വ്യത്യാസം നോക്കൂ. ഒന്ന് നമ്മൾ നിലത്ത് വെച്ചതും ഒന്ന് വെള്ളത്ത് വെച്ചതുമാണ്. ഇത് നമ്മൾ വെള്ളത്തിൽ വെച്ച ചെടിയാണ്. വെള്ളത്തിൽ വെച്ച ചെടിക്ക് നോക്കൂ, അത്ര നല്ല ഹെൽത്തി ആയിട്ടൊന്നല്ല ഇരിക്കുന്നത്. ലീഫ് സൈസൊക്കെ ഭയങ്കര കുറവാണ്. പിന്നെ അതിൻ്റെ നോഡുകളൊക്കെ കണ്ടോ, നമ്മുടെ പോട്ടിൻ്റെ അതേ സൈസിലോട്ട് അതിൻ്റെ വേരൊക്കെ വന്നിട്ടുണ്ട്. ചട്ടിയിൽ വെക്കുകയാണെന്നുണ്ടെങ്കിലും വെള്ളത്തിൽ വെക്കുകയാണെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് റീപോർട്ട് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും.